प्रेम का वंदना। ഇന്ന് നമ്മള് വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് അല്പസമയം നമുക്ക് ചിന്തിക്കാം. വെളിച്ചത്തിൽ നടക്കുക. आज हम लोग वचन का ज्योति में चलने का मतलब क्या है करके हम उसका मतलब को देखेंगे। വെളിച്ചത്തിൽ നടക്കുക, ആത്മാവിൽ നടക്കുക, സ്നേഹത്തിൽ നടക്കുക, വചനപ്രകാരം നടക്കുക, ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. ज्योति में चलना, आत्मा में चलना, वचन के अनुसार चलना, ये सब एक ही बात को दर्शाता है। അപ്പോൾ നമുക്ക് യോഹന്നാൻ 1 അധ്യായം 7 വാക്യം വായിക്കാം. पहला യോഹന്നാൻ पहला अध्याय उसका 7 में हम पढ़ते हैं। അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, അപ്പൊ അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമാണ് എന്നുള്ള വിശ്വാസമാണ് ആദ്യം നമുക്ക് ഉണ്ടാകുന്നത്. കാരണം അവൻ വെളിച്ചമാണ്. वाक्य 7 में जैसा लिखा है कि पर यदि जैसा वह ज्योति में है, तो ये सबसे पहला हमारा विश्वास और ये आधार ये इस बेस पर है, इस नींव पर है कि हमारा प्रभु स्वयं ज्योति है। അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം കർത്താവ് എന്താണോ അത് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടേതായിരിക്കുന്ന ഉത്തരവാദിത്വം. നമ്മൾ തന്നെ സ്വയം വെളിച്ചമല്ല, നമ്മൾ തന്നെ സ്വയം പ്രകാശമല്ല, നമ്മൾ തന്നെ സ്വയം സ്നേഹമല്ല, നമ്മൾ തന്നെ സ്വയം വചനമല്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം യേശു ക്രിസ്തുവാണ്. അവനാണ് വെളിച്ചം, അവനാണ് ആത്മാവ്, അവനാണ് ജീവൻ. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് കൊണ്ടുവരികയാണ്. സത്യം ക്രിസ്തുവിലാണ്, ആദ്യം ക്രിസ്തുവിലാണ് സത്യം. तो इसके लिए वो जो प्रभु यीशु मसीह है, उस प्रभु यीशु मसीह को प्रतिबिंब करना या उस प्रतिपत्ति को प्रभु यीशु मसीह को प्रकट करना है हमारा काम। हम लोग स्वयं ज्योति नहीं है, हम लोग स्वयं प्रेम नहीं, या हम लोग स्वयं जीवन नहीं। वो सब यीशु है, यीशु जीवन है, यीशु वचन है, यीशु ज्योति है और यीशु आत्मा है। इसलिए वो सब काम जो गुण है जो प्रभु यीशु मसीह स्वयं, उनको उस बातों को खाली प्रकट करने का काम है हमारा। ഇവിടെ നമ്മള് അതിന്റെ 1 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 1:5 വാക്യം. पहला യോഹന്നാൻ 1:5 में हम पढ़ते हैं, ദൈവം വെളിച്ചമാകുന്നു. वहां पर हम पढ़ते हैं कि जो परमेश्वर जो है ज्योति है। അപ്പൊ അത് പിതാവായ ദൈവത്തെ കുറിച്ച് പറയുകയാണ്. പിതാവായ ദൈവം വെളിച്ചമാകുന്നു. पिता परमेश्वर के बारे में बोला गया है कि पिता परमेश्वर ज्योति है, അവൻ ഒട്ടും ഇരുട്ടില്ല, और उसमें कुछ भी अंधकार नहीं। അപ്പൊ യേശു മനുഷ്യനായി വന്നത് പിതാവായ ദൈവത്തിൽ ഒട്ടും ഇരുട്ടില്ല, പിതാവായ ദൈവം സ്നേഹമാണ് എന്ന് ക്രിസ്തുവിൽ പ്രതിബിംബിക്കുകയായിരുന്നു തന്റെ മനുഷ്യത്വത്തിലൂടെ ചെയ്തത്. तो यीशु मसीह जब इस दुनिया में आकर जीते समय में उन्होंने ये बात को साबित किया कि परमेश्वरी है जो सच्चा ज्योति है, परमेश्वरी है सारे गुण से भरा हुआ। और यीशु जो मनुष्यत्व में जो रूप में आते समय में पिता जो ज्योति है, उस ज्योति को प्रतिबिंब करके प्रकट करके दिखाने का काम यीशु कर रहा था। അപ്പം നമ്മളെ സംബന്ധിച്ചോളം എന്താണ്? हमारे संबंध क्या है? നമ്മൾ നേരെ വിപരീതമായ ദൈവ സ്വഭാവത്തിന് നേരെ വിപരീതമായി നമ്മൾ ഇരുട്ടാണ്. അപ്പൊ അവിടെ ദൈവം നമ്മുടെ വായിക്കുകയാണ്. അതായത് ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്നത് പോലാണ് ദൈവം സ്നേഹമാകുന്നു, ദൈവം ആത്മാവാകുന്നു എന്നൊക്കെ പറയുന്നത്. ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നിത്യമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം വെളിച്ചമാണ്. അല്ലാതെ വെളിച്ചം ദൈവം എന്നല്ല, സ്നേഹം ദൈവം എന്നല്ല. ഇവിടെ പറയുകയാണ് ദൈവം ആരൊക്കെയാണ്, അതെല്ലാം നമ്മളിൽ റിസംബിൾ ചെയ്യുകയാണ്, നമ്മളിൽ റേഡിയേറ്റ് ചെയ്യുകയാണ്, നമ്മളിൽ അത് പ്രതിബിംബിക്കുകയാണ്, നമ്മളത് വിശ്വസിക്കുകയാണ്. അതെ, ദൈവം വെളിച്ചമാണ്, അത് യേശുവിനെ നോക്കിയാൽ അത് അങ്ങനെ തന്നെ എന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. तो हमारा अवस्था को देखते समय में हम लोग क्या ही थे, पहले हम लोग स्वयं ही अंधकार थे। तो हमसे हमारा विपरीत है, हमारा उल्टा है, ऑपोजिट है परमेश्वर। जो परमेश्वर ने जो सच्चा ज्योति का वो रूप को उसने प्रकट करके दिखाया। तो ये जो प्रभु ही परमेश्वर ही स्वयं ज्योति है, वही स्वयं जीवन है, वही स्वयं आत्मा है। आत्मा यानी कि सनातन से जीने वाला या सर्वदा के लिए जीने वाला ये परमेश्वर। तो ये गुण का खासियत पढ़ते समझते जब हम देखते समय में ज्योति
परमेश्वर है ऐसा नहीं, या प्रेम परमेश्वर है ऐसा नहीं, या जीवन परमेश्वर है ऐसा नहीं, बल्कि जो परमेश्वर का गुण है, ये सब बातों को हम देखते हैं. അപ്പൊ നമ്മളിൽ ഇരുളുണ്ടെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിവില്ല. നമ്മൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇരുളുണ്ടെന്ന് വെളിച്ചത്തിൽ നമ്മൾ കാണുകയാണ്. ദൈവത്തിന്റെ വെളിച്ചത്തിൽ, ദൈവമാകുന്ന വെളിച്ചത്തിൽ നമ്മൾ കാണുകയാണ് നമ്മൾ ഇരുളുണ്ട്. तो हमें अंधकार है करके ये हमको खुद से हमको नहीं मालूम, हम ना ही हम लोग पहचान पा सकते हैं कि कभी कि हम में अंधकार है करके, या हम स्वयं अंधकार है करके. परंतु जब हम लोग ज्योति में आते समय में वो ज्योति हमें प्रकट करके दिखाता है कि हम में अंधकार है. നമ്മള് അന്ധകാരം എന്ന് പറയുന്നത് നമ്മള് പാപത്തെ ഉദ്ദേശിച്ചാണ്. तो अंधकार यहाँ पर बोलते समय में हमारा पाप का स्वभाव का उद्देश्य में मैं कह रहा हूँ. ഇപ്പൊ കർത്താവ് ശിമോൻ പത്രോസിനോട് വല വീശാൻ പറഞ്ഞു. और प्रभु ने पत्रोस को जाल को फेंकने के लिए कहा था. അപ്പം അവിടെ പത്രോസ് പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ പത്രോസിന് എന്താണ് ഫീൽ ചെയ്തത്? കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നെ വിട്ടുപോകണം. तो प्रभु पत्रोस ने जब जाल में बहुत सारा मच्छी जब मिला, उसको देखा, तो उसका मनोभावना क्या था? वो तुरंत प्रभु से कहने लगा कि हे प्रभु, मुझसे दूर हो जाओ, मैं पापी हूँ. അതാണ് യേശു ഒരു അത്ഭുതം ചെയ്തപ്പോൾ യേശു അത്ഭുതം ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. പിന്നെയോ ഇവൻ ആരാണ്? ഇവൻ പൂർണ്ണമായി ദൈവമാണ്, ഇവൻ വെളിച്ചമാണ്. അവന്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്തു? അതുവരെയും പാപിയാണെന്ന് ബോധ്യമില്ലാതിരുന്ന പത്രോസിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ പാപിയാണ് കർത്താവേ എന്ന് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട്, ക്രിസ്തു എന്ന വെളിച്ചത്തിന് മുമ്പിൽ അവനെ കണ്ടപ്പോൾ അവൻ മുഴു പാപിയാണെന്ന് അവന് മനസ്സിലായി. तो वहां पर जब प्रभु ने वो अद्भुत कार्य करते समय में पत्रोस का विषय ये नहीं कि यीशु देखो कितना बड़ा अद्भुत चमत्कार किया, चिन्ह चमत्कार किया करके, बल्कि उस यीशु मसीह का उस कार्य में, उस कार्य का प्रकाश में पत्रोस को ये बात समझने लगा कि इस प्रभु के सामने मैं एक पापी हूँ, मैं एक दोषी हूँ करके. അപ്പോൾ കർത്താവ് വെളിച്ചത്തിലാണ്, तो परमेश्वर ज्योति में है, അവനിൽ ഒട്ടും ഇരുട്ടില്ല. उनमें बिल्कुल अंधकार नहीं. എന്നാല് ദൈവം എന്താ ചെയ്യുന്നത്? കർത്താവ് എന്താ ചെയ്യുന്നത്? ഞാൻ പാപികളെയാണ്, നീതിമാന്മാരെ അല്ല, കൂട്ടായ്മയ്ക്ക് വിളിക്കുന്നത്. എന്റെ അടുക്കിലേക്ക് ഞാൻ വിളിക്കുന്നത് ആരെയാണ്? പാപികൾ. അപ്പോൾ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മളിലുള്ള ഇരുള് യേശു കാണിച്ചു തരികയും ആ ഇരുള് എന്ത് ചെയ്യുന്നു? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി, അല്ലെങ്കിൽ ആ ഇരുള് നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതാണ് അടുത്ത വാക്യം വായിക്കുന്നത്. तो प्रभु जो है, जो सच्चा ज्योति है, उस ज्योति के सामने आते समय में हम जो अंधकार है, या हमारा जो अंधकार का स्वभाव है, वो प्रकट होकर हमें बताता है कि हमको क्या जरूरत है करके, जिसका विषय में हम लोग अगला वाक्य पढ़ते समय में हम देखते हैं. അവന്റെ പുത്രൻ അവനെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? तो प्रभु जब प्रभु की उपस्थिति में आते समय में वो अपना संगति में हमें बुलाता है. उसका संगति में चलने का मतलब क्या है? അവന്റെ വെളിച്ചത്തിൽ നമ്മളെ കാണുക എന്നുള്ളതാണ് വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളത്. यानी कि प्रभु का प्रकाश में देखकर समझना है कि ज्योति क्या है. അവന്റെ വെളിച്ചത്തിൽ, उनका ज्योति में നമ്മൾ നടക്കുമ്പോൾ, जब हम चलते समय में, നമ്മൾക്ക് അവൻ കാണിച്ചു തരുന്ന എല്ലാ ഇരുളും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. वो उस ज्योति में हमारे अंदर कितना अंधकार है करके वो प्रकट कराकर हमें शुद्ध करता है. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്, ഞാൻ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഡെയിലി നമുക്ക് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യ ബോധം കൊണ്ട് നമ്മുടെ കുറവ് കാണിച്ചു തരികയും കർത്താവായ യേശുക്രിസ്തു അതിനെ കഴുകി, നമുക്ക് ബോധ്യം വരുന്നതെല്ലാം കഴുകി ശുദ്ധീകരിക്കുന്നു. तो जब हम वाक्य साथ में पढ़ते समय में कि यदि जब हम ज्योति में चलते हैं करके बोलते समय में मतलब क्या है कि उस ज्योति में चलते समय में प्रभु हमारा असली अवस्था क्या है वो दिखाकर उस ज्योति के प्रकाश में हमारा अंधकार को प्रकट करके हमें शुद्ध करके पवित्र रखता है. അപ്പൊ വെളിച്ചത്താലാണ് ബോധ്യം വരുന്നത്. तो वो ज्योति में है, ये बोध्य हमको एहसास होता है, समझ में आता है. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് സംഭവിക്കുന്നു? जिसकी वजह से हमारे हृदय में क्या हो जाता है? हृदय में शुद्धिकरण होता है.
അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ദൈവമായ ഒരു കൂട്ടായ്മയുണ്ട്. കാരണം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന്റെ പ്രകാശം വന്നെത്തുമ്പോൾ നമ്മുടെ കുറവ് കാണിച്ചു തരികയും ആ കുറവ് കർത്താവ് നികത്തുകയും ചെയ്യുന്നു. तो उस ज्योति की वजह से क्या होता है, हमारा हृदय शुद्ध होने की वजह से उसका परिणाम ये है कि हमें उसके साथ संगति हो जाता है और उस संगति में हम चल पाते हैं. നമ്മള് 18-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ हम लोग 18 भजन संगीता में हम पढ़ते हैं. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ 10-ാം വാക്യം, അതിന്റെ 18-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം. 18 का 10 में हम पढ़ते हैं. ദൈവത്തിന്റെ വഴി തികവുള്ളത്. സങ്കീർത്തനം 18-ന്റെ 10 ആണോ? 18-ന്റെ 30. सॉरी, 18 का 30 में हम पढ़ते हैं कि परमेश्वर का जो रास्ता जो है, ईश्वर का जो मार्ग सच्चाई है या सिद्ध है. കാരണം കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവ് തികവുള്ളവനാണ്. तो प्रभु जो परमेश्वर के गुण के विषय में कहता है, जैसे यीशु ने कहा कि मैं ही मार्ग सत्य जीवन हूँ, वही परमेश्वर सिद्ध है, सच्चाई है. അപ്പൊ നമ്മൾ അവനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ കുറവ് അവൻ കാണിച്ചു തരികയും ആ കുറവ് മാറ്റി നമ്മളെ അതിന്റെ കുറവ് തീർക്കും. അതിന്റെ 32-ാം വാക്യം. तो उसके साथ चलते समय में वो साथ में रहने की वजह से उसको संगति मिलता है और उस संगति में प्रभु हमारा कमियों को बताता है और उस कमियों को बताकर हमें हटाकर शुद्ध करता है. जैसा हम लोग 32 में पढ़ते समय में हम देखते हैं. അപ്പം വചനപ്രകാരം നടക്കുക, ആത്മപ്രകാരം നടക്കുക, അല്ലെങ്കിൽ സ്നേഹത്തിൽ നടക്കുക എന്ന് പറയുന്നതെല്ലാം എന്താണ്? കുറവ് തീർക്കുകയാണ്. നമ്മളിൽ ഒരുപാട് കുറവുണ്ട്. യേശുവിനെ പോലെ, യേശുവിന്റെ ദേഹി പോലെ കുറവില്ലാത്ത രീതിയിൽ നമ്മളെ എത്തിക്കുക, തികവുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. तो वचन में चलना, सच्चाई में चलना, ज्योति में चलना, आत्मा के अनुसार चलना, जीवन में चलना, मतलब ये सब का अर्थ यही है कि हमारे जीवन में जो भी कमी घटी का अवस्था को बताकर हमें शुद्ध करता है और हमें उसमें चलते चलते क्या हो जाता है, जैसा यीशु का प्राण सिद्ध है, परफेक्ट है, कोई कमी नहीं है, उस मुकाम में प्रभु का उस ज्योति में चलते समय में हमें उस प्रभु का उस सिद्धता का मुकाम में पहुंचाता है. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ തന്റെ പുത്രന്റെ രൂപത്തോട് അനുരൂപരായി തീരണം. परमेश्वर का उद्देश्य क्या है कि हम लोग सब लोग उनके पुत्र के रूप में अनुरूप हो जाए. ക്രിസ്തു തികവുള്ളവനാണ്. मसीह जो है सिद्ध है. അവൻ ഓരോ ദിവസവും കുറവ് തീർത്ത് പെർഫെക്റ്റ് ആയതല്ല. കാരണം അവൻ നേരത്തെ തന്നെ അവൻ പെർഫെക്റ്റ് ആണ്. ജഡമായി വന്നതാണ്. परमेश्वर कभी यीशु जब इस दुनिया में रहते समय में वो प्रतिदिन सिद्ध अच्छा कर करके फिर सिद्ध हो गया, ऐसा नहीं है. वो पहले से ही वो सिद्ध है, कुछ कर्म करके वजह से नहीं. നമ്മൾ കുറവുള്ളവരാണെന്ന് അവന്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ, നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ ഇരുള് നീങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒട്ടും ഇരുട്ടില്ലാതെ നമ്മള് യേശുവിന്റെ രൂപത്തോട് അനുരൂപരാകുക എന്നുള്ളത്. അപ്പൊ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന പാപ ചിന്തകൾ അത് പ്രവൃത്തിപഥത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ യേശുവിന്റെ വെളിച്ചത്തിൽ അത് പാപമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മൾ ആ പാപം ചെയ്യാതെ തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്നു. वो इसके लिए हमारा अवस्था क्या है कि हमें हमेशा बहुत से विषयों में कमियां घटिया हमारे में रहता है. इसीलिए हम लोग उस ज्योति में हम लोग चलते रहते समय में वो ज्योति का प्रकाश हमें हमारा कमियों को बताकर हमें शुद्ध कर हमें चलाता है. तो जब तो ये कभी है हमारे मन में, जब कोई भी प्रकार का बुरा चिंता, बुरा विचार आते समय में उसी क्षण हमें तुरंत प्रभु के पास ज्योति की उपस्थिति में लेकर आना है, ताकि पाप करने से पहले ही अगर हम लोग प्रभु की उपस्थिति में लेकर आए तो वो तुरंत ही शुद्ध हो जाएंगे हम लोग. നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറവുള്ളവരാണെന്ന് കാണുന്നതിനെ കുറിച്ചല്ല ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. तो हम लोग पाप करने के बाद फिर हमको एहसास होता है कि अरे मैंने पाप कर दिया करके, उस विषय में मैं नहीं कह रहा. നമ്മുടെ മൈൻഡിലേക്ക് പാപചിന്ത വരുമ്പോൾ തന്നെ, हमारा मन में दुर्चिंता और बुरा पाप करने का विचार आते समय में, जब आ गया है उसी समय में
ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലാണെങ്കിൽ അത് പാപമാണ് നമുക്ക് ബോധ്യം വരികയും എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ സ്നേഹിക്കാതെ അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ വികാരത്തിൽ എത്താതെ അതിനെ ഉടനെ തന്നെ കർത്താവ് ടെർമിനേറ്റ് ചെയ്ത് നമ്മുടെ ദേഹിയെ ശുദ്ധീകരിക്കുന്നു. तो वो पाप है करके प्रभु का उस ज्योति में चलते समय में वो पाप है करके, गलत है करके, वो विचार गलत है करके और हमें अशुद्ध कर रहा है करके, ये प्रभु का आत्मा हमें बोध्य दिलाकर उसी समय में पाप करने से पहले ही वो विचार को प्रभु खत्म कर देता है. അപ്പോൾ നമ്മൾക്ക് കർത്താവായ യേശുവിന്റെ രക്തത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. इसलिए प्रभु यीशु मसीह का लहू में हमको सुरक्षता है. രക്തം നമ്മളെ കവർ ചെയ്തിരിക്കുകയാണ്. लहू ने हमें पूर्ण रीति से ढक दिया है, संभाले रखा है, हमारे ऊपर से ढका हुआ है. അപ്പൊ രക്തത്തിന്റെ കീഴെയാവുമ്പോൾ നമ്മൾ വെളിച്ചത്തിലാണ് എപ്പോഴും. तो उस लहू के जब अंदर हम लोग बने रहते, उस लहू के सुरक्षता के अंदर रहते समय में हम लोग हमेशा सुरक्षित है, संभाले गए हैं. എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് പാപചിന്ത വരാം. परंतु तो भी हमारा मन में दुर्चिंताएं और पाप का विचार आ सकता है. എന്ന് വിചാരിച്ച് നമ്മള് അവിടെ ഉടനെ തന്നെ ആ വെളിച്ചത്തിൽ കാണുകയാണ്, എന്താണ് എന്റെ മനസ്സിലേക്ക് ഒരു ദുഷ്ടചിന്ത വന്നിട്ടുണ്ട്. ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, യേശുവിന്റെ കൂട്ടായ്മയിലാണെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ഉടനെ നമ്മളെ ഒരു കഴുകൽ കിട്ടുന്നു. तो इसीलिए हमारे अंदर दुर्चिंता आते समय में यदि वो व्यक्ति प्रभु में बना हुआ है या उस ज्योति में है, उस जीवन में है, तो क्या करेगा, वो ज्योति हमें तुरंत हमें प्रकाश देकर हमें बताएगा, समझाएगा कि जो चिंता जो विचार आया है वो बुरा है करके, वो गलत है करके. और क्योंकि हम लोग प्रभु के संगति में बने रहने की वजह से वो क्या हो गया, प्रभु का प्रभु का वो ज्योति क्या करता है, हमें उसका लहू सारा पापों को धोकर हमें शुद्ध कर देता है. അപ്പം സത്യ വെളിച്ചം വരുമ്പോൾ ഇരുള് നീങ്ങിപ്പോകുന്നു. നമ്മൾ അതിന്റെ അടുത്ത വാക്യം വായിക്കും, 1 യോഹന്നാൻ 2:8. तो जब सच्चा ज्योति आते समय में क्या हो जाता है, अंधकार हट जाता है करके हम देखते हैं. हम लोग 1 यूहन्ना 2:8 में हम पढ़ते हैं. അതിന്റെ 1 യോഹന്നാൻ 2:8 1 यूहन्ना 2:8 में പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന് പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. അതായത് ക്രിസ്തുവിലും. അപ്പൊ നമ്മള് ഇരുളായിരുന്നപ്പോൾ തന്നെ, പാപികളായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മുടേതായിരിക്കുന്ന ഇരുള് മാറുമ്പോൾ നമുക്ക് ബോധ്യമാകും. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എപ്പോഴും പാപത്തിന്റെ ചിന്തയുള്ള എന്നെ യേശു ക്രിസ്തു സ്നേഹിക്കുന്നു എന്നുള്ളത് വെളിച്ചമാണ്. ആ വെളിച്ചം എന്ത് ചെയ്യുന്നു, ഇരുള് പാപപ്രവൃത്തി ചെയ്യാതെ നമ്മളെ ശുദ്ധീകരിക്കുന്നു. तो हमें तो प्रभु वहां पर वाक्य 8 में कहता है कि मैं तुमको एक आज्ञा लिखता हूँ और यह तो उसमें और तुम में सच्चाई ठहरती है. तो तुम में और നമ്മുടെ മനസ്സിൽ വന്ന പാപം നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുക. കാരണം നമ്മൾ ദൈവത്തെക്കാൾ അധികം പാപത്തെ സ്നേഹിച്ചു, ഇരുളിനേക്കാൾ അല്ലെങ്കിൽ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മളിൽ ആ പാപപ്രവൃത്തി ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മനസ്സിലേക്ക് വന്ന ചിന്തയെ അത് മോശപ്പെട്ടതാണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ കാണുകയാണെങ്കിൽ ആ വെളിച്ചം അല്ലെങ്കിൽ ആ വെളിച്ചം എന്ത് ചെയ്യുന്നു, ഈ അന്ധകാരത്തെ നീക്കിക്കളയുന്നു, ഇരുളിനെ നീക്കിക്കളയുന്നു. കാരണം യേശുവിന് അങ്ങനെ കഴിവുണ്ട്. യേശുവിനെ വെളിച്ചത്തിന് ഇരുളിനെ നീക്കാൻ കഴിവുണ്ട്. तो वो उसमें और तुम में वो सच्चाई ठहरती है. मतलब क्या, प्रभु में और हम में सच्चाई ठहरती है, क्योंकि हम लोग प्रभु के साथ जुड़े रहने की वजह से उसका ज्योति हमें क्या करता है, प्रकाश देकर हमें वो सत्य में हमें चलाता है और वो समझाता है. परंतु ऐसा विचार जब आते समय में, दुर्चिंता जब भी आते समय में, उस दुर्चिंता को अगर हमने पसंद कर दिया और उस दुर्चिंता को अगर हमने प्रेम कर दिया और उस दुर इच्छा को अगर हमने उसके पीछे होने के लिए अगर हमने इच्छा कर दिया, तो क्या हो जाएगा, तो उसके अधीन हो जाएगा. तो और वो सब कर्म करने के लिए हम उसके पीछे चले जाएंगे. परंतु प्रभु ने का ज्योति का खासियत क्या है कि जब भी हम लोग प्रभु का ज्योति में बने रहते समय में, उस ज्योति का सहभागिता और संगति में बना रहते समय में, ज्योति हमेशा अंधकार को बाहर निकालता है या अंधकार वहां से हट जाने का कार्य करता है. उसका व्यक्ति का स्वभाव है कि वो अंधकार को हटाता है करके. നമ്മുടെ മനസ്സിലേക്ക് ദുർചിന്ത വന്നാൽ ഉടനെ തന്നെ
ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള, ദൈവം വെളിച്ചമാണ്, ദൈവം സ്നേഹമാണ് എന്നുള്ള ബോധ്യം വന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് ആ പാപപ്രവൃത്തി വരുന്നില്ല, പ്രവൃത്തിയായിട്ട് വരുന്നില്ല. കാരണം ഉടനെ എന്ത് ചെയ്യുന്നു? ദൈവമാകുന്ന വെളിച്ചം ഈ ഇരുളിനെ നീക്കിക്കളയുന്നു. तो अगर हमारे अंदर जब भी दुर्चिंता कोई बुरा विचार आते समय में, उस विचार के में तुरंत जब आत्मा हमको बोध दिलाता है कि परमेश्वर प्रेम है, परमेश्वर सत्य है करके, उस प्रेम का, परमेश्वर का प्रेम को एहसास कर कर पुत्र का कार्य में बना रहते समय में क्या हो जाता है, वो दुर्चिंता तभी निष्फल हो जाता है, कार्य करने नहीं हो पाता उसको। അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരാം, इसलिए हमारा मन में दुर्चिंता विचार आ सकता है। അപ്പോൾ ദൈവം അത് വെളിച്ചമാണെന്ന്, ദൈവം സ്നേഹമാണെന്നും പ്രകാശിക്കിട്ടില്ല എങ്കിൽ നമ്മൾ ഇരുളിനെ സ്നേഹിക്കും. ഇരുളിനെ സ്നേഹിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയം പാപം ചെയ്യുന്നു. तो बुरा विचार, दुर्विचार में, दुर्चिंता में रहते समय में परमेश्वर का प्रेम अगर हमको समझ में नहीं आता, या परमेश्वर का ज्योति में जो हम बने हुए हैं करके ये बात का अगर एहसास अगर हमको नहीं हो रहा, वो प्रकाश में नहीं हो रहा है, तो क्या हो गया? तो फिर हम लोग वो पाप को प्रेम कर बैठते हैं और उसको करने का इच्छा और अभिलाषा में जीने लगते हैं। അപ്പൊ നമ്മുടെ ഹൃദയം ഇരുളാണ്. हमारा ആ हृदय अंधकार है, ഇരുളാണെന്ന് ദൈവം വെളിച്ചമാകുമ്പോൾ നമ്മുടെ ഇരുളിനെ കാണിച്ചു തരുന്നു. परंतु परमेश्वर ज्योति है, उस ज्योति के साथ जुड़े रहते समय में क्या होता है? वो हमें प्रकट करके दिखाता है कि हम में अंधकार है। അങ്ങനെ അന്ധകാരം വസിച്ചെടുത്ത് വെളിച്ചം ഉദിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. और परमेश्वर का इच्छा क्या है? जहां पर अंधकार था वहां पर ज्योति प्रकट होना चाहिए, ज्योति उगकर आना चाहिए, ये परमेश्वर का इच्छा है। കാരണം അന്ധകാരത്തിന് വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയുകയില്ല. അപ്പോൾ തന്നെ വെളിച്ചം ഇരുളിനെ കീഴടക്കുന്നു. അതാണ് വെളിച്ചത്തിന്റെ തത്വം. അതാണ്. तो जो अंधकार अंधकार कभी भी ज्योति के सामने टिकता नहीं है, वो बना वहां पर नहीं रह सकता, और जिधर भी ज्योति है वहां पर अंधकार नहीं रह सकता। तो ये ज्योति का गुण है, ज्योति का स्वभाव है कि वो अंधकार पर हमेशा विजय प्राप्त करता है। അവിടെ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, दूसरा कोरिन्थी 4:6 में वहां पर वचन कहता है, 2 കൊരിന്ത്യർ 4-ന്റെ 6 दूसरा कोरिन्थी 4:6 में, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഇരുട്ടിൽ നിന്ന് അപ്പൊ ഇരുട്ട് നമ്മളാണ്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു പ്രകാശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇരുട്ട് നീങ്ങി പോകുന്നു. तो जब परमेश्वर ने आज्ञा दिया कि अंधकार में से ज्योति चमको करके, वहां पर वो अंधकार हम है, और अंधकार में से प्रभु का आज्ञा क्या था, प्रभु का इच्छा क्या था कि ज्योति चमके, ज्योति प्रकट हो। അപ്പൊ ഇത് നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണം എന്ന് പറയുന്നത് നമ്മള് സൃഷ്ടി വിവരണത്തിലുള്ള കാര്യമാണ്. ഇവിടെ പൗലോസ് ഏറ്റു പറയുന്നത്, സൃഷ്ടി വിവരണത്തിൽ പ്രപഞ്ചം മുഴുവനും അന്ധകാരമായിരുന്നു. तो ये ज्योति ज्योति हो करके जब वहां पर कहते समय में अंधकार में से ज्योति चमको या ज्योति हो करके बोलते समय में, ये पौलोस उत्पत्ति का पुस्तक से जब सृष्टि का निर्माण का समय की बात को वो दर्शाकर वो कहता है। അപ്പൊ സൃഷ്ടി എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മള് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഭൂമി പാഴും ശൂന്യമായിരുന്നു. കാരണം ഇരുളാണ്. കാരണം ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല. എന്താണ്? അവിടെ മുഴുവനും പാഴാണ്, ശൂന്യമാണ്. പിന്നെ അവിടെ മുഴുവനും എന്തായിരുന്നു? ഇരുളുണ്ടായിരുന്നു. അവിടെ ഇരുളുണ്ടായിരുന്നു. और वहां पर भूमि के विषय में जब प्रभु निर्माण सृष्टि करते समय में, वहां पर उत्पत्ति 1:2 में वहां पर लिखा है कि पृथ्वी बेडोल और सुनसान पड़ी थी। तो बेडोल और सुनसान पड़ी थी मतलब क्या कि वो उसका अवस्था ऐसा है कि वहां पर कोई भी अच्छा कार्य कर ना सके, कर नहीं सकने वाला अवस्था में था। और वहां पर क्या था? अंधकार भी था, अंधेरा से भरा हुआ था। ഇതുപോലാണ് മനുഷ്യൻ. ഏതൊരു മനുഷ്യനും ഏതൊരു പാപിയും ഇതുപോലെ അവന് ഹൃദയം ഇരുളാണ്. उसी रीति से मनुष्य भी स्वभाव क्या है? कोई भी प्रकार का मनुष्य क्यों ना हो, वो पापी है और उसका हृदय हमेशा अंधकार है। അപ്പൊ ദൈവം ആദ്യം ചെയ്തത് എന്താണ്? തന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയെ പുനർസൃഷ്ടി നടത്തുകയാണ്. പുനർസൃഷ്ടി നടത്തുമ്പോൾ ദൈവം ആദ്യം ചെയ്യുന്നത്, പാപം ആയി പോയ മനുഷ്യനെ ദൈവം സ്നേഹിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിന്റെ, ക്രിസ്തുവിനെ തരുന്നതിന്റെ അടയാളമായിട്ടാണ് ദൈവം എന്ത് ചെയ്തു? ആദ്യം തന്നെ അവൻ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. तो इसके लिए प्रभु यहाँ पर
जैसा सृष्टि में जैसा प्रभु ने कार्य किया वैसे ही यह मनुष्य का जीवन में भी कार्य कर रहा है। तो सृष्टि में यहाँ पर कार्य करते समय में प्रभु यहाँ पर क्या किया, वो प्रभु यहाँ पर पुनर्सृष्टि किया, दोबारा वहां पर सृष्टि का कार्य करते समय में जैसा वो कार्य किया उसी रीति से मनुष्य का जीवन में, मनुष्य जो पापी हो गया था, अंधकार से भरा हुआ था, परमेश्वर के खिलाफ हो गया था, उसके जीवन में परमेश्वर का प्रेम को वहां पर प्रकट कराकर उस प्रेम में वो भरना चाहता था। അപ്പം ഇരുൾ നിറഞ്ഞ ഒരു മനുഷ്യനെ ദൈവം പ്രകാശിപ്പിക്കുമ്പോൾ ദൈവം സ്നേഹമാണ്. ഇവിടെ നമ്മൾ വെളിച്ചം ഉദ്ദേശിക്കുന്നത് ആകാശവിധാനങ്ങൾ നിർത്തിയ സൂര്യനെയും ചന്ദ്രനെയും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് സൃഷ്ടിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. तो वहां पर प्रभु का प्रेम को है वहां पर हम देखते हैं, परंतु वो सृष्टि को जो प्रभु बनाया करके बोलते समय में, फिर से रचा करके बोलते समय में, तो सूरज और चांद के विषय में वहां पर नहीं बोल रहा, क्योंकि सूरज और चांद और सितारे और बाकी सृष्टियों को बाद में प्रभु किया। जब अगर वाक्य 7 पढ़ते समय, 7 से हम पढ़ते समय में देखते हैं, അവിടെ ആകാശവിധാനത്തിൽ ദൈവം സൂര്യനെയും ചന്ദ്രനെയും നിർത്തി 24 മണിക്കൂറുള്ള ദിവസത്തെ പകലെന്നും രാത്രി എന്നും വിളിക്കുന്ന ആ വെളിച്ചമല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കർത്താവ് സൃഷ്ടിച്ചത് ആദ്യം തന്നെ ഇരുളിനെ വേർപെടുത്തുന്ന ഒരു വെളിച്ചം, അത് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. तो वहां पर परमेश्वर 7 और 8 में वहां पर अंतर में प्रभु आकाश बनाया, वहां पर जल को पानी में से हटाया, उसके बाद नीचे नीचे वाक्यों में हम पढ़ते समय में वहां पर सूरज और सितारे और चांद बनाया करके हम देखते हैं। परंतु यहाँ पहला वाक्य में, दूसरा वाक्य में वहां पर प्रभु ये बात नहीं बोल रहा। प्रभु वहां पर अंधकार जो पड़ा हुआ था, अंधकार जो था, उस अंधकार में से वहां पर ज्योति जब हो करके बोलते समय में एक अंधकार का स्तर है और एक ज्योति का स्तर है करके ये बात प्रकट करने के लिए है। प्रभु पहला अध्याय का दूसरा तीसरा वाक्य में कहते हैं, पढ़ते समय में ज्योति हो करके कहा है। वो ज्योति कौन है? वो परमेश्वर स्वयं है। ഇതാണ് നമ്മൾ പൗലോസ് അത് എടുത്തു പറയുന്നത് 2 കൊരിന്ത്യർ അതിന്റെ 4-ാം അധ്യായത്തിന് 6-ാം വാക്യം, ഇരുട്ടിൽ നിന്നും വെളിച്ചം ഉണ്ടാകട്ടെ. ഇത് മനുഷ്യന്റെ ഹൃദയാവസ്ഥയെ കാണിക്കുക, ഒരു പാപിയുടെ അവസ്ഥ കാണിക്കുകയാണ്. और वही बात को वहां पर पौलुस दूसरा कोरिन्थी 4:6 में पढ़ते समय में वहां पर पौलुस उसी उत्पत्ति 1, 2, 3 का वाक्य को लेकर वो पौलुस यहाँ पर कोट करके कहता है कि इसलिए परमेश्वर ने कहा कि जैसा कहा है कि अंधकार में से ज्योति हो करके बोलते समय में वो अंधकार क्या दिखाता है? मनुष्य का पाप का, दुर्दशा का, या मनुष्य जो पाप में गिरा हुआ है वो हालत को दिखाया है। അപ്പോൾ 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1:4, ദൈവം വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, വെളിച്ചം നല്ലത്. और परमेश्वर ने उजालों को देख के कहा कि वो अच्छा है। അപ്പം ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. तो मतलब तभी प्रभु ने क्या किया था? परमेश्वर ने ज्योति और अंधकार को अलग अलग किया। तो ज्योति का एक स्तर है, अंधकार का एक स्तर है। അപ്പൊ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് എന്താണ്? ഇരുൾ നിറഞ്ഞതാണ്. तो हमारा मन का अवस्था क्या है प्रियो? हमारा मन पूरा अंधकार है। എന്നാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പുത്രനിലൂടെ വെളിപ്പെടുത്തുമ്പോൾ, परंतु परमेश्वर मुझसे प्रेम करता है करके ये बात जब पुत्र के द्वारा हमारे जीवन में प्रकट करते समय में, ഇത് നിരന്തരമായ ഒരു ഫെയ്ത്തായി തീരണം. നിരന്തരമായ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിലേക്ക് ഒരു പാപചിന്ത വരുമ്പോൾ ഉടനെ തന്നെ ദൈവ സ്നേഹമാണെന്ന് വെളിച്ചത്തിൽ നമ്മളെ കണ്ടാൽ ഈ പാപത്തിന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, അത് നിർവീര്യമായി പോകും. तो ये निरंतर हमारे लिए विश्वास बना रहना है, क्योंकि प्रभु का धर्मी जन विश्वास के द्वारा जीता है। तो जब भी दुर्चिंता आते समय में प्रभु का प्रेम में मैं बना हुआ हूँ, उसके ज्योति में मैं बना हुआ हूँ करके उस प्रकाश में और उस प्रकाश को जब समझकर उस सत्य में जब बने रहते समय में वो जो दुर्चिंता आया या पाप का जो विचार आया वो उधर ही निष्फल हो जाता है, कार्य करने नहीं हो पाता। ഇതിനെയാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. इसी को कहते हैं ज्योति में चलना। അപ്പോൾ 1-ാം അധ്യായത്തിന്റെ 1 യോഹന്നാൻ 2:8 അങ്ങനെ സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. और इस रीति से पहला यूहन्ना 1:8 में 2:8 में पढ़ते कि इस रीति से जो सच्चा ज्योति है वो प्रकाश में हुआ। അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചുവെന്നും സത്യ വെളിച്ചമായിട്ട് എന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നും നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു? ദൈവവുമായ ഒരു കൂട്ടായ്മയിലാണ്. കൂട്ടായ്മയിൽ നടക്കുമ്പോൾ നമ്മളിൽ പാപപ്രവൃത്തി വരുന്നില്ല. കാരണം അവരോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ അതിന്റെ അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നമ്മൾ വ്യാജം പറയുന്നു
എന്നാൽ इसलिए കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വെളിച്ചത്തിൽ നടക്കുകയാണ്, അല്ലെങ്കിൽ അവന്റെ ആത്മാവിൽ നടക്കുകയാണ്, വചനപ്രകാരം ജീവിക്കുകയാണ്. കാരണം ക്രിസ്തുവിന്റെ വെളിച്ചം എന്ത് ചെയ്യുന്നു? ക്രിസ്തു എന്ന വെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പാപത്തെ അപ്പോൾ ദൂരീകരിക്കുന്നു. അത് വികാരത്തിലേക്കും ഇച്ഛാശക്തിയിലേക്കും വരുന്നതിന് മുൻപ് തന്നെ അതിനെ നിർവീര്യമാക്കി തീർക്കുന്നു. ഇതിനെയാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. तो जब हम ज्योति में बने रहते समय में उसका खासियत क्या है कि वो ज्योति हमारे अंदर चमकता है, और चमकने के वजह से अंधकार का कोई भी कार्य हमारे अंदर, दुर्चिंता का कोई भी कार्य वहां पर कार्य नहीं कर पाता, वो निष्फल हो जाता है, वो प्रयोजन नहीं होता। इसलिए विश्वासी लोगों और प्रभु का ये ज्योति हमारे अंदर चमकने की वजह से उसका दूसरा गुण क्या है कि हम लोग संगति में बने रहते हैं, परमेश्वर के साथ का संगति और सहभागिता में बना रहता है। तो इसलिए जब भी विश्वासी के जीवन में ऐसा कोई भी दुर्चिंता या दुर्विचार आते समय में उस विचार को जब वो और उस विश्वासी तभी तुरंत मैं प्रभु में मेरा अवस्था क्या है करके और आत्मा में बने रहकर उस ज्योति में बने रहकर बने रहने का फायदा यह है कि उसको तुरंत संगति मिल जाता है, और उस संगत प्रभु के साथ का संगति में ज्योति वहां पर प्रकाश होता है, चमकने लगता है, जिसके वजह से वो जो विचार जो हमारा मन में आया था वो भावना की ओर फैलेगा नहीं, या और ना ही वो इच्छा शक्ति की ओर फैलता है, बल्कि उधर ही मन में ही वो ज्योति प्रकट हो जाने की वजह से अंधकार का वो दुर्चिंता उधर ही खत्म हो जाता है। ഇത് നമുക്ക് ഈ വെളിച്ചം ഓരോ ദിവസവും നമ്മൾ സമ്പാദിക്കുമ്പോൾ പാപം ഒഴികെ ജീവിക്കുകയും നമുക്ക് ഈ വെളിച്ചം എന്തായി തീരുന്നു? നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലമായി തേജസ്സായി മാറുകയും ചെയ്യും. तो अभी जितना हम लोग ये ज्योति को हम लोग बटोरते रहते हैं, या जितना ये ज्योति हमारे अंदर बढ़ते रहेगा, उतना उतना हम लोग अपने आप को पाप करने से हम लोग बचाए रखता है, पाप का विचार को फैलने से रोके रखता है। और जितना हमने बटोर दिया है उसका आने वाले युग में यही ज्योति आगे चलकर आने वाले युग में हमको महिमा मिलने का कारण बन जाता है। നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കാം. ഐസയ का पुस्तक में हम एक वाक्य पढ़ते हैं, യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം ഐസയ 60 में അതിന്റെ 19-ാം വാക്യം. 60 का 19 ഇവിടെ വായിക്കുകയാണ്: പകൽ സമയത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, പിന്നെ എന്താണ്? ദൈവം നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിനക്ക് തേജസ്സുമാവും. അപ്പോൾ ഇവിടെ വായിക്കുകയാണ്, നമ്മൾ പകൽ കാണുന്ന സൂര്യന്റെ വെളിച്ചത്തെ അല്ല ഈ വെളിച്ചം എന്ന് ഉദ്ദേശിക്കുന്നത്. तो वहां पर 19 में देखो, फिर दिन को सूर्य तेरा उजाला ना होगा, न चांदनी तेरे लिए चंद्रमा, परंतु यहोवा ही तेरे लिए सदा की उजाला और तेरा परमेश्वर तेरा शोभा ठहरेगा। तो हम लोग दिन में जो ज्योति देखते समय में जो दिन में रोशनी को देखते समय में वहां पर सूरज का किरण का विषय में वहां पर उजाला है करके वहां पर नहीं, उस उद्देश्य में नहीं कह रहा। അപ്പോൾ ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റേണൽ ആയ വെളിച്ചം എന്നാണ് അർത്ഥം. ദൈവത്തിന്റെ ജീവനിൽ ഒട്ടും ഇരുട്ടില്ല, അതാണ് ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വെളിച്ചമാണെന്നുള്ളതാണ്. നിത്യമായി നമുക്ക് വെളിച്ചമാണ്. സമയം ഒരു മിനിറ്റ് പോലും അവൻ വെളിച്ചമായിരിക്കാൻ അവൻ ഇഷ്ടമില്ല. പക്ഷെങ്കിൽ നമ്മള് ആ വെളിച്ചത്തെ വിശ്വസിക്കാതെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തയെ ഹൃദയത്തിലേക്ക്, ഇമോഷനിലേക്ക് നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മൾ സ്നേഹം എന്ന വിഷയം വരുമ്പോൾ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദുർപ്രവൃത്തികൾ ചെയ്യേണ്ടി വരുന്നു. तो परमेश्वर जो है जैसा वो अनंत है, अनंत काल का जीवन का खासियत क्या है कि हमेशा अनंत जीवन में बना रहता है, उसी रीति से वो अनंत ज्योति है, अनंत प्रकाश है। परमेश्वर में से हमेशा वो अनंत ज्योति में वो बना रहता है, वो स्वयं ही वो ज्योति है। वो ज्योति है जो हमेशा हमारे अंदर प्रकाश में होते रहना चाहिए, और उस ज्योति का उजाला है हमेशा हमारे अंदर चमकते रहना चाहिए। परंतु ऐसा चमकते ना रहते समय में, परंतु अगर हम लोग दूसरा अपना जो दुर्चिंता और जो विचार आया उसको अगर हमने स्थान दे दिया, उसको हमने प्रेम करने लगा, तो फिर क्या हो जाता है? यानी कि वो भावना में अगर फैल गया तो उसको उस विचारों को अगर हमने प्रेम किया तो क्या हो गया? हम लोग जैसा हम पढ़ते हैं कि क्योंकि तुमने उन लोगों ने अंधकार को ज्यादा प्रेम करने की वजह से ज्योति को वो लोग ने निष्फल कर दिया। ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവിൽ ക്രിസ്തു ഉണ്ട്, വെളിച്ചമായിട്ടുണ്ട്. एक विश्वासी है करके बोलते समय में उसके आत्मा में हमेशा मनुष्य आत्मा में मसीह रहने के वजह से उसके अंदर ज्योति നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയാണ്. കാരണം മനസ്സ്
ഇരുളിലേക്ക് പോകുമ്പോൾ മനസ്സിനെ പ്രകാശിപ്പിച്ച് എന്ത് ചെയ്യുന്നു? നമ്മളെ വെളിച്ചത്തിൽ നടത്തുകയാണ്. കാരണം നമുക്ക് तो ये വെളിച്ചമില്ല എങ്കിൽ നമുക്ക് നടക്കാൻ കഴിയുകയില്ല. ये ज्योति का काम क्या है? हमेशा हमारे मन में, हमारे प्राण में वो ज्योति का प्रकाश को हमारी ओर उजाला करते रहे, ये है वो ज्योति का काम। परंतु अगर वो प्राण में अगर अंधकार बना हुआ है, या अंधकार की बातों को अगर हमने प्रेम किया और पहला अवस्था दे दिया, तो हमको ज्योति में चलने नहीं होगा, प्रभु का संगति में बने रहने नहीं हो पाएगा। നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുകയാണ്. യോഹന്ന का सुसमाचार उसका 3:19 में हम पढ़ते हैं, ന്യായവിധി എന്നതോ വെളിച്ചമായിട്ട് ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ വന്നിട്ടും എന്ത് ചെയ്യാണ്? दंड की आज्ञा का कारण यह है कि ज्योति जगत पर आने के बावजूद भी, तो ज्योति जगत पर आया मतलब ज्योति कहाँ पर आया? ज्योति हमारा हृदय में आया। പക്ഷെ ആ വെളിച്ചത്തെക്കാൾ അധികം നമ്മുടെ മനസ്സിൽ വന്ന പാപചിന്തയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇരുളിൽ നടക്കുന്നു. परंतु मनुष्यों ने अंधकार को ज्योति से अधिक वो लोग ने प्रेम किया, यानी कि क्या? हमारे हृदय में आया वो जो दूर चिंता और अंधकार है, उसको मनुष्य ने ज्यादा प्रेम किया, ज्योति को स्थान नहीं दिया। वो लोग ने अंधकार को और दुर्चिंता को ज्यादा स्थान देने की वजह से वो परमेश्वर से दूर हो गए। അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ और अंधकार से ज्यादा ज्योति को अधिक प्रेम किया। നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ദേഹിയിലുള്ള സ്നേഹ വികാരം കൊണ്ട് സ്നേഹിക്കാതെ നമ്മുടെ മനസ്സിൽ വന്ന ചിന്തയെ സ്നേഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ ഇരുളിൽ നടക്കുന്നു. കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ചെയ്യും, പക്ഷെ ഇരുളിൽ നടക്കുകയും ചെയ്യുകയാണ്. परंतु इसीलिए हमारे हमारे आत्मा में जो पहले से ही ज्योति है, वो ज्योति हमारे प्राण में आया, प्राण में जो उजाला करना चाहिए था, उस उजाले को हम लोग ने ना प्रेम करते हुए, उस उजाले जो ज्योति हमारे अंदर आया है उसको हम लोग मूल्य ना देकर हमारे दुर्चिंताओं को अगर हमने स्थान दे दिया, तो क्या हो जाएगा? हम लोग अंधकार का अवस्था में हम लोग बना रहेगा। बाहर से हम बोल तो रहे कि मैं प्रभु के साथ संगति में हूँ, परंतु वो संगति में नहीं चल रहा, क्योंकि वो अंधकार में है। അപ്പൊ വിശ്വാസി ആയതുകൊണ്ട് അവന്റെ മനസ്സിൽ ഒരു ദുർചിന്ത വന്നാൽ അവൻ അറിയാം, തീർച്ചയായിട്ടും അത് പാപചിന്തയാണെന്ന് അറിയാം. പക്ഷെങ്കിൽ അങ്ങനെ അറിഞ്ഞിട്ടും അവൻ പാപത്തെ സ്നേഹിച്ചാൽ എന്ത് ചെയ്യുന്നു? ഇരുട്ടിൽ നടക്കുന്നു. കാരണം ആ പാപപ്രവൃത്തി പിന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. एक विश्वासी के जीवन में जब दुर्चिंता आता है या पाप का अभिलाषा आग्रह आते समय में, उसको मनुष्य आत्मा को मालूम है कि वो दुर्चिंता आया है करके, पाप का अभिलाषा आया है करके, तो वो जानने के बावजूद भी उस आग्रह को हटाने के लिए अगर वो ज्योति में अगर वो नहीं आ रहा है, तो वो क्या कर रहा है? तो क्योंकि उसने उस दुर्चिंता को प्रेम कर दिया और वो नहीं चाहता कि वो ज्योति में आए, तो वो बुरा काम कर बैठता है। जो अभिलाषा जो आया, वो पाप जो आया, वो कर बैठता है बाहर से। അപ്പോൾ അവൻ വിശ്വാസത്തിൽ നിന്ന് അവന്റെ വിശ്വാസം, അതിലെ ക്രിസ്തു സ്നേഹമാണ്, ക്രിസ്തു വെളിച്ചമാണെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് അവനെ ഇത് പാപത്തെ സ്നേഹിക്കുമ്പോൾ അവന്റെ ഹൃദയം ആ രീതിയിൽ വീണ്ടും അന്ധകാരത്തിലേക്ക് പോകുന്നു. तो वो प्रभु की ओर जो वो विश्वास उसको था कि परमेश्वर प्रेम है, प्रभु ज्योति है, जीवन है करके, वो विश्वास से वो गिर जाकर वो दुर्चिंता और पाप में और अंधकार की बातों को वो ध्यान रखने की वजह से क्या हो गया? उसका प्राण फिर अंधकार से भर जाता है। അപ്പോൾ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ, इसलिए ज्योति में चलने का मतलब, നമ്മുടെ മനസ്സിൽ ഒരു പാപചിന്ത വരുമ്പോൾ, हमारे मन में जब भी पाप का विचार आया, तो അത് പാപമാണെന്ന് അവന് ബോധ്യപ്പെടുന്നുണ്ട്. तो वो पाप का विचार है करके उसको बोध्य तो हो जाता है। എന്നാൽ ലോക മനുഷ്യനെ സംബന്ധിച്ചോളം അങ്ങനെയില്ല. കാരണം അവന്റെ ആത്മാവിൽ കർത്താവില്ല. കർത്താവ് നമ്മുടെ ആത്മാവിൽ വരുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തയെ ഉടനെ തന്നെ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നീക്കിക്കളയണം. അപ്പൊ വെളിച്ചമാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ആ വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുള് നീങ്ങിപ്പോകും. परंतु एक पापी के विषय में ये सुविधा उसको नहीं है, क्योंकि उसका आत्मा में यीशु मसीह निवास ना करने की वजह से वो अंधकार में है करके ये बात का बोध्य उसको नहीं होता। परंतु विश्वासियों के विषय में, क्योंकि उसका आत्मा में यीशु मसीह बसा हुआ है, ज्योति में वो जी रहा है, जीवन में होने की वजह से उसके लिए प्रभु आया है, ताकि उस व्यक्ति को, उस विश्वासी को ये बात समझाए और पहचान में लाए कि तेरे अंदर वो अंधकार का विचार आया है करके, ताकि दोबारा वो संगति में बने रह सके। അപ്പോൾ അത് ദൈവത്തിന്റെ വെളിച്ചത്തിൽ അത് പാപമാണെന്ന് മനസ്സിലാക്കിയാൽ പാപം നീങ്ങിപ്പോവുകയും ഇരുൾ നീങ്ങുകയും
നമുക്കത് ജീവനായി തീരുകയും ചെയ്യും. तो प्रभु का उस ज्योति में जब उस विश्वासी को प्रकाश में हो जाता है, बोध्य हो जाता है कि मेरा आया अंदर आया वो विचार वो अंधकार है, पाप का बातें है करके, वो प्रकाश में अगर हो गया और वो समझ गया तो तुरंत प्रभु का ज्योति क्या करता है, उस अंधकार को मिटा देता है അവന് ജീവനായി തീരും, ജീവൻ. और फिर वो और हटने की वजह से वो उसका जीवन बन जाता है. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം യോഹन्ना का सुसमाचार 1 अध्याय അതിന്റെ 4-ാം വാക്യം. वाक्य 4 में हम पढ़ते हैं, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പറയാണ് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. उसमें जीवन था. मतलब यीशु जब इस दुनिया में आते समय में उसमें जीवन था ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. അപ്പൊ ആ और वो ജീവനാണ് जीवन അല്ലെങ്കിൽ ആ और वो ആ जीवन है ജീവനാണ് मनुष्य വെളിച്ചം. की ज्योति है. ആ അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും യേശുവിനെ ഫോളോ ചെയ്യണം. तो वो जीवन जो है वो मनुष्य का ज्योति है. हमारे लिए प्रभु का अंदर जो जीवन था वो हमारे लिए ज्योति बनकर आया. इसके लिए हमेशा നമ്മള് विश्वासी प्रभु को प्रेम करके जीना है. നമ്മള് യോഹന്നാൻ 8-ന്റെ 12-ാം വാക്യം. യോഹन्ना 8:12 യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ. അതിന്റെ അർത്ഥം എന്താണ്? മനസ്സിലേക്ക് ഇരുൾ വരാം, പക്ഷെങ്കിൽ യേശുക്രിസ്തു വെളിച്ചമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഇരുൾ ഉടനെ വെളിച്ചത്തിന് മുമ്പിൽ നീങ്ങിപ്പോകുന്നു. കാരണം വെളിച്ചത്തിന് മുമ്പിൽ ഇരുളിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. तो अब यीशु ने फिर से लोगों से कहा कि जगत का ज्योति मैं हूँ और मेरे पीछे जो हो लेगा वो अंधकार में नहीं चलेगा. तो इसका कहने का मतलब क्या है कि हमारे अंदर दुर्चिंताएं और अंधकार का विचार आ सकता है, परंतु अगर वो विश्वासी तुरंत ये एहसास कर लेता है, समझ लेता है कि यीशु मसीह ही सच्चा ज्योति है करके और उसी विश्वास में बना रहता है, तो वो आया हुआ अंधकार का विचार ज्योति के सामने टिक नहीं सकता. क्योंकि जो अंधकार कभी भी ज्योति के सामने प्रबल नहीं हो सकता, वो ज्योति के सामने हमेशा हार जाता है. അവനെ അനുഗമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് കർത്താവിനെ ഫോളോ ചെയ്യണം. അപ്പം വെളിച്ചത്തിൽ നടക്കുകയാണ് നമ്മൾ. കാരണം അഥവാ എന്തെങ്കിലും ഇരുട്ട് വന്നാൽ നമ്മുടെ ആ ഇരുട്ട് യേശു വെളിച്ചമാണെന്ന് വിശ്വസിക്കുമ്പോൾ, ദൈവം സ്നേഹമാണെന്ന് വിശ്വസിക്കുമ്പോൾ ആ ഇരുട്ട് നീങ്ങുകയും നമ്മള് ഇരുളിന്റെ പ്രവൃത്തി ചെയ്യാതെ നമുക്ക് ജീവന്റെ ആ വെളിച്ചം എന്തായി തീരുന്നു. ഇങ്ങനെ നമ്മൾ യേശുവിനെ വെളിച്ചമായി സ്വീകരിക്കുമ്പോൾ നമുക്കത് നിത്യതയിൽ തേജസ്സായിട്ട് മാറുന്നു. तो ये इसके लिए विश्वासी इस दुनिया में जीते समय में प्रभु प्रकाश है करके, प्रभु ज्योति है करके, ये प्रतिदिन उसका मन में ये वो बात का एहसास होना है, ताकि जब भी अंधकार का विचार जब या पाप करने का अभिलाषा का विचार वो आते समय में प्रभु में जब वो आश्रय करता है, तो वो तुरंत वो ज्योति क्या करेगा, प्रभु पर विश्वास कर चलने के वजह से वो क्या हो गया, वो ज्योति का कार्य कर तुरंत वो अंधकार को और वो दुर्चिंता को उधर ही वो नष्ट कर देता है, खत्म कर देता है. और जितना जितना हम लोग ने ज्योति को इस रीति से बटोर के रखा है, संभाल कर रखा है, वो आने वाले युग में हमारे लिए महिमा का कारण बन जाता है. ഈ ജ്ഞാനമാണ് നമുക്ക് ഈ ജ്ഞാനമാണ് നമ്മളെ അല്ലെങ്കിൽ ഈ ജ്ഞാനമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത്. ये ज्ञान है प्रभु का आत्मा हमारे हृदय में, हमारे मनों में ये ज्ञान का प्रकाश करके हमको देकर समझाता है. ഇതിലേക്ക് നമ്മളെ വിശുദ്ധന്മാരെ തികവിലേക്ക് നയിക്കാനാണ് നമുക്ക് സഭായോഗവും നമുക്ക് സഭാജീവിതവും ഉള്ളത്. इसलिए भाइयों को इस रीति से संगति के द्वारा सिद्धता में पहुंचाने के लिए है प्रभु ने इस रीति से संगति और भाईचारा और फेलोशिप और मीटिंग्स रखा है. അപ്പൊ അങ്ങനെ തികവിലേക്ക് വെളിച്ചത്തിൽ നടക്കുന്നവരുടെ ഇടയില് അല്ലെങ്കിൽ പാപത്തിൽ വീഴാതെ ഈ വെളിച്ചത്തെ ക്രിസ്തുവിനെ എപ്പോഴും സ്നേഹിച്ച് ജീവിക്കുന്നവരുടെ ഇടയിലാണ് ദൈവമർമ്മങ്ങൾ പ്രസ്താവിക്കുന്നത്. और इस रीति से जो ज्योति में चलने के वजह से, यानी कि अंधकार का कार्य आते समय में तुरंत उसको ज्योति में लाकर निरंतर ज्योति में बने रहने वाले लोगों के झुंड के बीच में है प्रभु का वचन का सत्य का भेद प्रकट कराता है. വെളിച്ചത്തിൽ നടക്കാത്തവർക്ക് വചനം മനസ്സിലാകത്തില്ല. जो ज्योति में नहीं चलता उनको वचन समझ में नहीं आता. അവിടെ നമ്മള് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. पहला कोरिन्थी 6-ാം വാക്യം. 1 കൊരിന്ത്യർ 2-ന്റെ 6-ാം വാക്യം. पहला कोरिन्थी 2:6 में हम पढ़ते हैं, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ തികഞ്ഞവർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്രിസ്തുവിന്റെ വെളിച്ചത്തിന്റെ തികവിൽ നടക്കുകയാണ്. फिर भी सिद्ध लोगों में हम ज्ञान सुनाते हैं. ये सिद्ध लोग कौन है?
जो प्रभु का प्रकाश का संगति में बने रहने वाले लोग उस ज्योति के प्रकाश में वो लोग सिद्ध हो गए हैं। ക്രിസ്തുവിന്റെ പ്രകാശം ഫുൾ മെഷറിൽ അവർ ഉപയോഗിക്കുന്നു. കാരണം അവര് എപ്പോഴും യേശുവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ അവർ ഇരുളിനെ സ്നേഹിക്കാതെ വെളിച്ചത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ മെഷർ തികഞ്ഞവരായി തീരുന്നു. ये सिद्ध विश्वासियों का खासियत क्या है कि इन लोगों ने ज्योति को उन लोग ने ज्यादा प्रेम किया, अंधकार को प्रेम नहीं किया, अंधकार को स्थान नहीं दिया। ज्योति को ज्यादा प्रेम करने की वजह से, ज्यादा स्थान देने की वजह से उनके अंदर सिद्ध प्रेम जो है उनके अंदर सिद्ध हो गया, जिसके वजह से वो लोग सिद्धता का मुकाम में पहुंच गए। ഈ വഴി അല്ലെങ്കിൽ ഈ ജ്ഞാനം ലോക മനുഷ്യന് മനസ്സിലാകില്ല. ये बातें, ये रीति से हमें प्रभु में हमें सिद्ध होकर बढ़ते रहना है। ये ज्ञान संसार के लोगों को नहीं समझ में आता। ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ. അപ്പോൾ ഇതാണ് ഈ വെളിച്ചത്തിൽ നടക്കുക എന്നതാണ് ജ്ഞാനം. परंतु इस संसार का और ये संसार का ज्ञान नहीं, या संसार का नाश होने वाले लोगों में काम करने वाला ज्ञान नहीं, परंतु हम परमेश्वर का वो गुप्त ज्ञान का भेद जो परमेश्वर ने सनातन से हमारे महिमा के लिए ठहरा के रखा है, वो ज्ञान का बात है प्रभु हमें प्रकट करके दिया है। तो वो ज्ञान का प्रकाश है, ज्योति है, जो प्रभु हमारे अंदर प्रकट किया है। നമ്മുടെ എഫെസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, एफेसियों का पुस्तक 5:8 में हम पढ़ते हैं, നമ്മള് പണ്ട് ഇരുളായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പാപികളാണെന്ന് തന്നെ അറിവില്ല. കാര്യം എന്താ? നമുക്ക് വെളിച്ചമില്ല. വെളിച്ചത്തിലാണ് നമ്മൾ പാപികളാന്ന് അറിയുന്നത്. पहले हम लोग अंधकार थे, मतलब क्या, हमारा एक दुर्दशा, पाप का दुर्दशा में हम लोग जी रहे थे। हम लोग पापी है करके नहीं मालूम था, क्योंकि हमारे अंदर ज्योति था ही नहीं। ज्योति जब आता है तब मालूम पड़ता है कि हम पापी है करके। 5-ന്റെ 8-ാം വാക്യത്തിൽ വായിക്കുകയാണ്, 5:8 में हम पढ़ते हैं, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, पहले तुम ज्योति अंधकार थे, എന്നാൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്, ഇരുളിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ വെളിച്ചം നമ്മുടെ ഇരുള് നിറഞ്ഞ ആത്മാവിൽ വന്നു. ആത്മാവിൽ ഇനി കർത്താവ് വസിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഇരുട്ടിൽ നിന്നും വേർതിരിക്കുകയാണ്. എപ്പോഴും ഇരുളിനെയും വെളിച്ചത്തെയും വേർതിരിക്കുകയാണ്. ഇരുൾ എന്ത് ചെയ്യുന്നു? വെളിച്ചത്തിന് മുമ്പിൽ നിൽപ്പാൻ ഇരുളിന് കഴിയത്തില്ല. परंतु जब परमेश्वर ने आज्ञा दिया कि ज्योति हो, वो ज्योति होने की वजह से क्या हो गया? हमारे आज्ञा देने की वजह से हमारे अंदर वो ज्योति का प्रकाश हमारे अंदर चमका। तो नया जन्म में क्या हो जाता है? हम लोग जो एक समय में अंधकार थे, उस अंधकार में प्रभु का ज्योति आने की वजह से हमारे अंदर से एक ऐसा स्थान वहां पर आ गया कि पूरा ज्योति से भर गई। इस रीति से हमारे अंदर से जो अंधकार को, ज्योति को और अंधकार को अलग अलग करके हम लोग को नया जन्म के द्वारा ज्योति का मंडल में प्रभु ने हमको लेकर आया। അപ്പൊ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുകയാണ്, എഫെസ്യ ലേഖനം 5-ന്റെ 9 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്. അപ്പം കർത്താവിന് എന്താ പ്രസാദം? ഇരുള് ദൈവത്തിന് പ്രസാദമല്ല, ഇരുള് നീക്കുക. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരുമ്പോൾ അത് വെളിച്ചത്താൽ അത് പരിശോധിച്ചറിയാൻ കഴിവുണ്ടാകുകയും നമ്മൾ എന്ത് ചെയ്യുന്നു? വെളിച്ചത്തിന്റെ ഫലമുള്ളവരായി നടക്കുകയും ചെയ്യാൻ വെളിച്ചത്തിൽ നടക്കുക. ഇതാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് പറയുന്നത്. तो क्योंकि और 10 में हम लिखा है कि और ये परखो कि प्रभु को क्या बाता है। प्रभु को क्या बाता है ये हमको समझना है। प्रभु को अंधकार कभी भी बाता नहीं, उनको ज्योति ही बाता है। तो ये बात को जब हम लोग परखते समय में क्या हो जाता है, उसके वजह से हम लोग अंधकार के निष्फल कामों के पीछे हम लोग नहीं रहते, बल्कि हम लोग अभी ज्योति के काम के पीछे हम लोग लगे रहते हैं। 11-ാം വാക്യം വായിക്കുകയാണ്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. ഇരുട്ടെന്ന് പറയുമ്പോൾ എന്താണ്? പാപചിന്ത മനസ്സിൽ വന്നാൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നെന്നും യേശുക്രിസ്തു വെളിച്ചമാണെന്നും ഒരു ബോധ്യം വന്നാൽ എന്ത് സംഭവിക്കുന്നു? ഈ ഇരുളിന് വെളിച്ചത്തിന് മുമ്പിൽ, ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കാൻ സാത്താന് കഴിയത്തില്ല. ക്രിസ്തുവിന് മുമ്പിൽ നിൽക്കാൻ ഇരുട്ടിന് കഴിയത്തില്ല. വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കുക ഇരുളിന് കഴിയില്ല. ഇതിന്റെ സാക്ഷികളാണ് നമ്മള് ദൈവം വെളിച്ചമാണെന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ. इसलिए अंधकार के निष्फल कामों को तुम सहभागी ना हो। तो मतलब अंधकार का निष्फल काम कौन सा है? जब अंधकार का दुर्चिंताएं और दुर्विचार जब हमारे हृदय में आते समय में, वो विश्वासी जो प्रभु में है
उसका वो एहसास में जब वो चलते समय में, प्रभु का संगति में चलते समय में, तुरंत ज्योति उसमें, वो क्योंकि उसने प्रभु पर विश्वास करने की वजह से वो ज्योति उसमें चमकता है, और वो निष्फल, जो अंधकार का काम उसमें निष्फल हो जाता है, वो प्रकट नहीं हो पाता। इस रीति से वो विश्वासी प्रतिदिन के चाल चलन में अंधकार का कामों को निष्फल करते रहने का कार्य करता है, विश्वासी विश्वास करते रहते हैं समय में, जिसकी वजह से वो एक गवाह बनकर जी रहा है। तो हमारे अंदर से ज्योति, अंधकार हटकर ज्योति में बने रहते रहते समय में वो क्या हो जाता है, हम एक गवाह बन जा रहे हैं। നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ഒരു ദിവസം वॉइस ब्रेक आया है। हेलो, वॉइस ब्रेक आया है। എത്രയോ നമ്മൾ ഇന്റർവ്യൂ നടക്കുന്ന വഴി, കാരണം നമ്മൾ ഇവരെ സ്നേഹിച്ചു പോകും. കണക്കിന് ചിന്തകൾ വരും. हमारे मन में हजारों हजारों प्रकार का विचार आते रहता है, എന്നാല് നമ്മുടെ ആത്മാവിൽ ക്രിസ്തു ഉണ്ട്. तो भी हमारे आत्मा में तो मसीह है। എന്തിനാണ് അവൻ ആത്മാവിൽ വസിക്കുന്നത്? हमारा प्रभु क्यों हमारे आत्मा में बसा हुआ है? ഇരുളിൽ നിന്നും हमें अंधकार से ज्योति में लाने के लिए, വെളിച്ചം നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരാണ് വിശ്വാസികൾ. विश्वासियों का खासियत क्या है? क्योंकि प्रभु ने हमको अंधकार से हमें ज्योति में लाया है, तो हम लोग अभी एक ऐसे प्रकार के विश्वासी है जो अंधकार के लोगों का राज्य का नहीं, ज्योति के राज्य के लोग हो गए, जिसके वजह से हम लोग अंधकार से हमें अद्भुत ज्योति में लेकर आया है, तो उसका प्रभु का गुणों को घोषणा करने वाले लोग बन गए हैं। ഈ പരിജ്ഞാനം നമുക്ക് നിത്യതയിൽ തേജസ്സായിട്ട് മാറും. और ये ज्ञान में हमको जो प्रकाश मिल चुका है, और हमारे अंदर ज्ञान प्रकाश जो बढ़ते जा रहा है, वो आने वाले युग में महिमा बनने का, महिमा मिलने का कारण बन जाता है। അപ്പം ആത്മാവിൽ നടക്കുക, വെളിച്ചത്തിൽ നടക്കുക, ക്രിസ്തുവിൽ നടക്കുക, അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നടക്കുക എന്നുള്ള അർത്ഥം എല്ലാം ഒരേ കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. इसलिए आत्मा में चलना, ज्योति में चलना, संगति में चलना, प्रेम में चलना, जीवन में चलना, वचन में चलना, ये सब जो एक ही अर्थ को बताता है, उसके विषय में आज हम लोग थोड़ा समय के लिए हम देख रहे थे। അപ്പൊ നമ്മളിൽ തന്നെ വെളിച്ചമില്ല, വെളിച്ചം ക്രിസ്തുവിലാണ്, അതാണ് സത്യം, അവരിലാണ് സത്യമെല്ലാം ഉള്ളത്. तो हमें कभी भी प्रकाश नहीं है, ज्योति नहीं है, ज्योति तो हमेशा प्रभु में ही है करके, यही सच्चा सत्य है। അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇരുളിന്റെ ചിന്ത വരുമ്പോൾ വിശ്വാസത്താൽ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ, തേജസ്സിന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അങ്ങനെ നമ്മൾ ഇരുളിൽ നടക്കാതെ എപ്പോഴും വെളിച്ചത്തിൽ നടക്കാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ സുവർണ സഭാജീവിതത്തിനായിട്ട് സ്തോത്രം. इसके लिए हमारे अंदर ये दुर्चिंताएं आते समय में, और पाप का अभिलाषा के विचार जब अंधकार की बातें जब आते समय में, उस समय में हम लोग उस ज्योति की ओर देखेंगे, जैसा भजन संगीता में लिखा है कि जो कोई भी प्रभु का उस ज्योति की ओर देखा, वो लोग चमक गए, वो लोग लज्जित नहीं हुए। ऐसा ज्योति में चमकने वाले अवस्था में हम लोग बदलने वाले लोग हो जाते हैं। इस विषय में प्रभु हम सबको सहायता करे कि हम लोग हर अवस्था परिस्थिति में प्रभु की ओर देखे, जो हमारा सच्चा ज्योति है। Praise the Lord. Praise the Lord. प्रभु हम നമുക്ക് सबको सहायता പ്രാർത്ഥിക്കാം. करे। Praise the Lord. മാർട്ടിൻ प्रभु हम ബ്രദറെ सबको പ്രാർത്ഥിക്കാമോ? सहायता करे। Praise the Lord. മാർട്ടിനെ പ്രാർത്ഥിക്കാമോ?